അപ്പോൾ ബുക്കൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുമൊന്നും വേണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഡ്രോയിങ് ഒക്കെ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. ഡ്രോയിങ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഡൂഡിലാട്ട്. അങ്ങനെ പറയാം. അപ്പം ഡൂഡിലാട്ടിൻ്റെ പ്രത്യേകതയൊന്നും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മൈൻഡും എല്ലാം റിലാക്സായി ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡൊക്കെ കിട്ടും നമുക്ക്. ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ വരയ്ക്കുന്നേ. എത്ര വരയ്ക്കാൻ അറിയാത്തവനോ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റും ഡൂഡിലാട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഇന്നത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സൺഫ്ലവറിൻ്റെ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന പോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 സൈസിലുള്ള ക്യാപ്പ് എടുത്തു. ഒരു വലിയ അടപ്പും അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിനൊരു ചെറിയ അടപ്പുമാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് റാൻഡമായിട്ട് അതിലെ ഇതിലെയും ആദ്യം ആ വലിയ സർക്കിൾ വരച്ചു കൊടുത്തു. എന്നിട്ട് ആ വലിയ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരാൻ പാകത്തിന് ചെറിയ സർക്കിളും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി കൂടി എളുപ്പത്തിന് വരയ്ക്കാൻ പാകത്തിന് നിങ്ങൾക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവേ. പിന്നെ ഞാൻ ആ ചെറിയ സർക്കിളിനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചൂസ് ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നത് സർക്കിൾ പാറ്റേൺസ് തന്നെയാണ്. അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് അതിൻ്റെ അകത്ത് വരച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ വലിയ സർക്കിളും ചെറിയ സർക്കിളിൻ്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, അതിനെ ഞാൻ ഒരു പെറ്റൽ പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. എന്നാലാണുള്ളൊരു ഫ്ലവറിൻ്റെ ലുക്കൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്ര മനസ്സിലാവണമെന്നില്ല. അപ്പം വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് പറഞ്ഞിരിക്കെ ഓൾമോസ്റ്റ് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഫുള്ളായിട്ട് പ്ലെയിനായിട്ട് കിടക്കുന്നത്, അതായത് നമ്മൾ ഈ ഫ്ലവർ വരച്ച പോർഷൻ അല്ലാണ്ട് ബാക്കി കിടക്കുന്ന ഫില്ലാവാത്ത പോർഷൻസ് മൊത്തം നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്കെച്ച് യൂസ് ചെയ്ത് അടിച്ചിട്ട് ആ കോർണേഴ്സൊക്കെ പെറ്റലിൻ്റെയൊക്കെ സൈഡൊക്കെ ഇച്ചിരി പാട് പോലെ തോന്നിയോണ്ട് ഞാനതെല്ലാം പെൻസ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മാർക്കേഴ്സ് യൂസ് ചെയ്ത് ഫുള്ള് ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി കാണുന്നില്ലേ നിങ്ങൾ? അതിൻ്റെ ഫില്ല് ചെയ്യേണ്ട പോർഷനെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലുള്ള പെറ്റൽസിനെ ഇച്ചിരി ബ്രൈറ്റൻ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ചിലതിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെയൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, ചിലത് പകുതി താഴെയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ മുകളിൽ നിൽക്കുന്നതിനൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുത്താലാണ് അത് മുകളിൽ നിൽക്കുന്ന ഒരു എഫക്റ്റിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഏരിയാസിലൊന്ന് ബ്ലാക്ക് കളർ പെൻസ് യൂസ് ചെയ്ത് ഇച്ചിരിയും കൂടി അതിൻ്റെ പ്രിസൈസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ പെറ്റൽസൊക്കെ. പിന്നെ മിഡിലിൽ നിന്ന് വെളിയിലേക്കും ചെറിയൊരു ഷെയ്ഡിങ് പോലെ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ ബൈ.